തദ്ദേശ തിരഞ്ഞെടുപ്പ് അടക്കമുള്ള നിർണായക സംഭവ വികാസങ്ങൾ വരാനിരിക്കെ ബി.ജെ.പിയുടെ കേരള ഘടകത്തിന് ഇനി പുതിയ മുഖമാണ്. ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കൾക്ക് നിർണായക പദവി നൽകിക്കൊണ്ടാണ് അഴിച്ചുപണി. മാത്രമല്ല, മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെയും മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരന്റെ പക്ഷങ്ങളെ പൂർണ്ണമായി തഴഞ്ഞുകൊണ്ടാണ് സംസ്ഥാന ഭാരവാഹി പട്ടിക പുറത്തു വന്നിരിക്കുന്നത്. കെ സുരേന്ദ്രൻ തന്നെ ഫേസ്ബുക്കിലൂടെ പട്ടിക പങ്കുവച്ചിട്ടുണ്ട്. പുതിയ ഭാരവാഹി പട്ടികയിൽ 10 വൈസ് പ്രസിഡന്റുമാരും 4 ജനറൽ സെക്രട്ടറിമാരുമുണ്ട്. കൂടാതെ 10 സെക്രട്ടറിമാരും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സുരേന്ദ്രന്റെയും മുരളീധരന്റെയും അനുയായികളെ ഒന്നടങ്കം ഒഴിവാക്കിയാണ് ഭാരവാഹി പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത്. മുതിർന്ന നേതാവ് എം.ടി. രമേശ്, ശോഭാ സുരേന്ദ്രൻ, എസ് സുരേഷ്, അനൂപ് ആന്റണി എന്നിവർ ജനറൽ സെക്രട്ടറിമാരായുള്ള പട്ടികയാണ് വന്നിരിക്കുന്നത്. അതിൽ തന്നെ നിലവിലുള്ളവരിൽ എം.ടി. രമേശിനെ മാത്രമാണ് ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിലനിർത്തിയത് എന്ന പ്രത്യേകത കൂടിയുണ്ട്. ശോഭാ സുരേന്ദ്രന് നല്ല പദവി നൽകിക്കൊണ്ടാണ് മറ്റൊരു പ്രധാന കാര്യമായി ഇതിൽ എടുത്തു പറയേണ്ടത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ആലപ്പുഴയിൽ ശോഭ മികച്ച പ്രകടനമാണ് നടത്തിയത്. ശ്രദ്ധേയമായ കാര്യം എന്നാൽ മുൻ DGP ആർ ശ്രീലേഖ, PC ജോർജിന്റെ മകൻ ഷോൺ ജോർജ് എന്നിവരെ പുതിയ വൈസ് പ്രസിഡന്റുമാരായി ഭാരവാഹിത്വത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പുതിയ പട്ടിക പങ്കുവെച്ചുകൊണ്ട് കെ സുരേന്ദ്രൻ തന്നെ രംഗത്ത് വന്നു എന്നതാണ് ശ്രദ്ധേയമായ മറ്റൊരു കാര്യം. നിലവിലെ പട്ടിക അനുസരിച്ച് കൃഷ്ണദാസ് പക്ഷത്തെ പരിഗണിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ജനറൽ സെക്രട്ടറിമാരിൽ ഒരാളെ പോലും മുരളീധര പക്ഷത്തു നിന്ന് എടുക്കാത്തതിൽ അമർഷം പുകയുമെന്ന് ഉറപ്പാണ്. പട്ടികയിൽ എം.ടി. രമേശിനും സുരേന്ദ്രനും ഇടം നൽകിയത് സുരേന്ദ്രന് നൽകിയ മുന്നറിയിപ്പാണെന്നാണ് വിലയിരുത്തൽ. അതേസമയം രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന അധ്യക്ഷനായി വന്നതിന് പിന്നാലെ കെ സുരേന്ദ്രനും വി മുരളീധരനും നല്ല കാലമല്ല. നേരത്തെ തൃശൂരിൽ കഴിഞ്ഞ മാസം നടന്ന യോഗത്തിൽ വി മുരളീധരനെയും കെ സുരേന്ദ്രനെയും ക്ഷണിച്ചിരുന്നില്ല. പിന്നാലെ ഇതിൽ ഇരുവരും കടുത്ത എതിർപ്പ് അറിയിച്ചെങ്കിലും കേന്ദ്ര നേതൃത്വം പുതിയ അധ്യക്ഷനോടൊപ്പം നിൽക്കുകയാണ് ചെയ്തത്. അതിന് പിന്നാലെയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇതിനിടയിൽ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട ഭാരവാഹികൾക്ക് കെ സുരേന്ദ്രൻ ആശംസകൾ നേർന്ന് രംഗത്ത് വന്നിട്ടുമുണ്ട്. പുതിയ സംസ്ഥാന ഭാരവാഹികൾക്കും മേഖലാ അധ്യക്ഷന്മാർക്കും ഹൃദയമായ ആശംസകൾ. കൂടുതൽ ഉയരങ്ങളിലേക്ക് പാർട്ടിയെ നയിക്കാനും വികസിത കേരളം യാഥാർത്ഥ്യമാക്കാനും എല്ലാവർക്കും ജഗദീശ്വരന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്നതായിരുന്നു സുരേന്ദ്രൻ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചത്.